ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭി പ്രഭാവതി അമ്മയോട് പോകരുതെന്നുള്ള കാര്യവും പറഞ്ഞു വന്നിരിക്കുവാണ്. ആ സമയത്ത് അമ്മ ആദ്യമോ പരിഭവം കൊണ്ടൊന്നും അല്ല ഇവിടുന്ന് പോകണം, അമ്മേനെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു പ്രഭാവതി അമ്മ. അപ്പോൾ ജാനകിയുടെ അമ്മ അവിടെ താമസിക്കുന്നതിനെ പറ്റി അഭി പറഞ്ഞു. ഒരു അമ്മയുടെ അല്ലെങ്കിൽ ജാനകിയുടെ അമ്മയുടെ അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും എടുത്തല്ലല്ലോ ആ അമ്മയുടെ ജീവിക്കുന്നത് എന്ന് അഭി പറയണു. അത് കേട്ടപ്പോൾ അങ്ങനെയല്ലെങ്കിലും അവളെ പ്രസവിച്ച അമ്മയല്ലേ എന്ന് ചോദിച്ചു പ്രഭാവതി. അത് അവൾ അംഗീകരിച്ച് തരണ്ടേ അമ്മേ, അങ്ങനെ അവൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നും അഭി പറയുക കേട്ടോ. ഞാനൊരു കാര്യം അമ്മയോട് ചോദിച്ചോട്ടെ. അപ്പോൾ പ്രഭാതി അമ്മ എന്താ മോനെ എന്ന് ചോദിച്ചു. അമ്മ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണോ കാണുന്നത് എന്ന് അഭി ചോദിക്കുക. അതുകൊണ്ടാണോ അമ്മയ്ക്ക് മനസ്സുകൊണ്ട് എന്നെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കൈ പിടിച്ചൊരൊറ്റ കരച്ചിൽ. ഈ വീട് എൻ്റെയും ജാനകിയുടെയും പേരിൽ എഴുതി വെച്ചത് ഇനിയും അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അമ്മ എന്നോടത് തുറന്നു പറഞ്ഞോളാനായിട്ട് അഭി പറയുക. നിന്റെ അച്ഛൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം അതാണെന്നും അദ്ദേഹം അത് ചെയ്യാതിരുന്നിരുന്നെങ്കിലേ ഈ വീടിൻ്റെ അന്തരീക്ഷം മറ്റൊന്നാകുമായിരുന്നു എന്നും ആ അമ്മ അഭിയോട് പറയുക കേട്ടോ. ഞാൻ അച്ഛനെ കാണുന്നത് ഇപ്പം അമ്മയിലൂടെയാണെന്നും അച്ഛൻ അമ്മയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നും പറയുവാണ്. അമ്മയ്ക്കൊപ്പം അച്ഛനുണ്ട്, അച്ഛനെയും കൊണ്ടാണ് അമ്മ ഈ പടി ഇറങ്ങി പോകുന്നതെന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഇപ്പോഴും ഒന്നും മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാവണം. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എങ്ങനെ സഹിക്കാൻ കഴിയും അമ്മയെന്നൊക്കെ അഭി ഇങ്ങനെ പ്രഭാവതിയോട് ചോദിക്കുക. അങ്ങനെ കരഞ്ഞ് പ്രഭാവതി അവിടെ ഇരിക്കുവാണ്. അപ്പോൾ വെറുതെ ആയിരുന്നില്ല നിൻ്റെ അച്ഛൻ എൻ്റെ കൈകളിലേക്ക് തന്നെ തന്നതെന്നും പറഞ്ഞ അമ്മ ഭയങ്കര കരച്ചിൽ. എന്നും പ്രഭയുടെ കൂടെ അഭി ഉണ്ടാകുമെന്ന് അദ്ദേഹം എപ്പോഴും എന്നോട് പറയുമായിരുന്നു എന്നും പറയണം. അച്ഛൻ പറഞ്ഞ രഹസ്യവും അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു കാര്യവും പ്രഭാവതി അത് അഭിയോട് പറയുവാണ്. അങ്ങനെ അത് ദൈവവാക്കായിരുന്നുവെന്നും പ്രഭാവതി അമ്മ ഇങ്ങനെ അഭിയോട് പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ അഭിക്ക് ഭയങ്കര സങ്കടം വന്നു. അഭിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അങ്ങനെ ഗതഭാഗ്യമായ ഒരു സ്ത്രീയായി പോയി ഞാനെന്നും അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കാതെ പോയി. എല്ലാ തെറ്റും തുടങ്ങുന്നത് എന്നിലാണ്. എവിടെയോ വെച്ച് ഞാനൊരല്പം സ്വാർത്ഥത കാണിച്ചു പോയതിൻ്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ഞാനതിന് എൻ്റെ ജീവിതം വിലയായി കൊടുക്കേണ്ടി വന്നുവെന്നും പ്രഭാവതി അമ്മ ഇങ്ങനെ അഭിയോട് പറഞ്ഞ് കരയണത്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തു പോയതിൻ്റെ പ്രായശ്ചിത്തം എന്നുള്ളൊരു നിലയ്ക്കാണ് ഇനിയുള്ള കാലം ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ജീവിക്കാൻ പോലും തീരുമാനിച്ചതെന്നും പ്രഭാവതി അമ്മ പറയുക കേട്ടോ. എൻ്റെ മോനോട് ഈ അമ്മയ്ക്ക് ഒരു ഇഷ്ടക്കുറവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അഭിയുടെ മനസ്സങ്ങ് നിറഞ്ഞു. നീ എൻ്റെ വയറ്റിൽ ജന്മം കൊള്ളാതെ പോയതാണ് മോനെ, എൻ്റെ ഭാഗ്യക്കേടെന്നും അഭി ആ അമ്മയോട് പറയുവാണ്. എൻ്റെ ദൗർഭാഗ്യം അതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ അത് എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ അമ്മ ഭയങ്കര കരച്ചിൽ. അങ്ങനെ എന്നും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, എന്നെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മ എങ്ങും പോകാതിരുന്നാൽ മതി, എനിക്ക് അത് മാത്രം അമ്മയോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞു അഭി. അങ്ങനെ അമ്മയും മോനും കൂടെ സംസാരിച്ചിട്ട് അഭി അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം. അവൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെ പ്രഭാവതി അമ്മ ചിന്തിക്കാം. എനിക്ക് പോകാതിരിക്കാനും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മ അവിടെ നിന്ന് ധർമ്മസങ്കടത്തിൽ കരച്ചിൽ. ഇത് കഴിഞ്ഞ് പിന്നെ അഭിയെ കാണാനായിട്ട് അജയ് കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ അഭി അതുവഴി വരുന്നത്. ഞാൻ അഭിയേട്ടനെ കാത്തു നിൽക്കുമായിരുന്നു എന്ന് അജയ് പറയുമ്പോൾ എന്താടാന്ന് ചോദിച്ചു. അഭിയേട്ടൻ നിരഞ്ജനയോട് സംസാരിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം നിൻ്റെ ഊഹം തെറ്റില്ല. കാരണം ഞാനൊരു ഏട്ടനായി പോയില്ലേ, കൂടപ്പിറപ്പുകൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ മുഖം തിരിച്ചു പോകാൻ എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ എന്ന് അഭി ഇങ്ങനെ ഇവനോട് പറഞ്ഞു. ശരിയാ നീ പറഞ്ഞത്, ഞാൻ അവളെ കണ്ട് സംസാരിച്ചായിരുന്നു. അവളുടെ ചോദ്യങ്ങൾക്കൊന്നിനും എനിക്ക് ഉത്തരം കൊടുക്കാനുണ്ടായിരുന്നുമില്ല. അത് നിനക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു. അപ്പോൾ അജയ് ഇങ്ങനെ അഭിയേട്ടാ അത് പിന്നെ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. ഞാൻ കുറച്ച് സമയം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നീ എങ്ങനെ ഹണി റോസിനെ ഒഴിവാക്കി വിടുമെന്ന് അഭി അജയോട് ചോദിച്ചു. അജയ്ക്ക് അതിന് മറുപടിയില്ല. ഞാൻ അവളോട് സംസാരിച്ചതാ, അവൾക്ക് വേണ്ടത് പണമല്ല നിന്നെയാണെന്ന കാര്യവും അജയോട് അഭി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. അത് അവൾ അമലിനോടും എന്നോടും പറഞ്ഞ കാര്യമാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് അവൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് പോലും അവളെ ഇറക്കി വിടാൻ അമലോ അമ്മയോ ധൈര്യപ്പെടാത്തതേ നിന്റെ അറിവോടെ അവൾ ഇവിടെ വന്നത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അഭിയേട്ടാ ഞാൻ അതിൽ തീർത്തും നിരപരാധിയാണെന്നും പറഞ്ഞു അജയ്. മതി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. നിന്റെ അറിവ് എന്ന് പറഞ്ഞത് നിനക്ക് അവളോടുള്ള ബന്ധമാണ് എന്ന കാര്യം അഭി അന്നേരം പറയുക. നീ അവളുടെ ഫ്ലാറ്റിൽ പോയി ദിവസങ്ങളോളം താമസിച്ചിട്ടില്ലേടാ? കഴിഞ്ഞ 4 വർഷങ്ങളായി നിങ്ങൾ ലിവിങ് ടുഗദറിലായിരുന്നില്ലേടാ എന്ന് ചോദിച്ചു. ഇതിലൊന്നും അജയ്ക്കൊന്നും പറയാനില്ല അഭിയോട്. അങ്ങനെ ഒരു പെണ്ണൊരു കുടുംബത്തിലേക്ക് നിന്റെ സാന്നിധ്യത്തിൽ കയറി വന്നാൽ എന്ത് ധൈര്യത്തിൽ അവളെ അടിച്ചിറക്കി വിടാൻ പറ്റുമോടാ എന്ന് ചോദിച്ചു. അതിനും അജയ്ക്ക് മറുപടിയില്ല. അജയ് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. അവൾ ഗേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നാലോടാ,
എന്തിനാ മീഡിയയുടെ മുന്നിൽ വന്നാലുള്ള അവസ്ഥ എന്താടാ? ആ ഒരു പേടി അത് അമലിനുണ്ടായിരുന്നത് കൊണ്ടാണ് അമൽ ഒന്നിനും പ്രതികരിക്കാതിരുന്നതെന്നും പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണിനെ നീ എങ്ങനെ ഒഴിവാക്കി വിടാനാടാ നീ ഉദ്ദേശിക്കുന്നതെന്നും ചോദിച്ചു. അവൾ ക്ഷണിക്കപ്പെടാതെ വീണ്ടും കയറി വരും, ഉറപ്പുള്ള കാര്യമാണ്. എടാ നിരഞ്ജന എന്തിനതൊക്കെ സഹിക്കണം? എന്തിനതിൻ്റെ ജീവിതം അവൾ നശിപ്പിക്കണമെന്ന് ചോദിച്ചു. എന്തായാലും നിരഞ്ജനെ തൽക്കാലത്തേക്ക് ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഒരേട്ടൻ്റെ സ്ഥാനം അവൾ എനിക്ക് തന്നതുകൊണ്ട് മാത്രം, അതിനപ്പുറം വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണിത്താൻ മകളിൽ നല്ലതുപോലെ പ്രഷർ ചെലുത്തുന്നുണ്ടെന്നും എത്ര കാലം അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ്, പ്രത്യേകിച്ച് അവൾ നിൻ്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കാത്ത നിലയ്ക്ക് ഇനി എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ നിനക്കുണ്ടെങ്കിൽ നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ എനിക്ക് ആ പ്രതീക്ഷയില്ല. പിന്നെ നിനക്ക് നിൻ്റെ വഴി എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ നിൻ്റെ വഴിക്ക് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ അവളെ പിടിച്ചു വലിക്കാൻ നീ ശ്രമിക്കണ്ട, അത് അവളിലെ വാശി കൂട്ടുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നീ പറയുന്ന ആത്മാർത്ഥതയും സ്നേഹവും സത്യസന്ധതയും ഒക്കെ നിൻ്റെ ഇനിയുള്ള ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് നീ ജീവിക്കുക. അത് അഭിനയമാകരുതെന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങ് പോയി. അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അജയ് അവിടെ നിന്ന് ആലോചന തുടങ്ങി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മയാണ്, അതായത് രാധാമണി അമ്മയെ. രാധാമണി അമ്മ മുറിയിൽ ഇങ്ങനെ കയറി ഒളിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അപർണ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങളിവിടെ കയറി ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞു. അച്ഛൻ വന്നതും നിങ്ങൾ ഓടി ഒളിച്ചു. അന്നേരം നിന്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ ഒളിക്കേണ്ട കാര്യം എന്താണെന്ന് രാധാമണി അമ്മ അപർണയോട് ചോദിച്ചു. അച്ഛൻ നിങ്ങളുടെ മുന്നിൽ വരില്ല എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ എന്ന് അപർണ ചോദിക്കുക. അപ്പോഴും രാധാമണി അമ്മ ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. അച്ഛൻ നിങ്ങളെ നേരിട്ട് കാണാനേ വന്നിട്ടുണ്ടെന്നും അപർണ പറയുമ്പോൾ രാധാമണി അമ്മ നിന്ന് ചിരിക്കാം. എൻ്റെ അച്ഛനൊരു ചായയുമായിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് വരാനെന്ന് പറയുമ്പം നിന്റെ അച്ഛനെ ചായ കൊടുത്ത് സൽക്കരിക്കാൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് രാധാമണിയമ്മ അന്നേരം പറഞ്ഞു. നിന്റെ അച്ഛനെ നിനക്ക് സൽക്കരിക്കണമെങ്കിൽ നീ ചെയ്തോളൂ, ഞാൻ അത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല എന്ന് രാധാമണിയമ്മ പറയുമ്പോൾ പിന്നെ എന്താ നിങ്ങളുടെ ഇവിടുത്തെ ജോലി? ജാനകിയുടെ ദാസിപ്പണിയാണോ എന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ വന്നത് ജാനകിക്ക് ദാസിപ്പണി ചെയ്യാൻ വേണ്ടി തന്നെയാണെന്ന് രാധാമണിയമ്മ ഇവളോട് പറഞ്ഞു. വെറും ദാസപ്പണിയായിട്ട് നീ അതിനെ കാണുമൊന്നും വേണ്ട. അവൾക്ക് സംരക്ഷണം ഒരുക്കി ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് രാധാമണിയമ്മ പറയുക. പുറത്ത് വെച്ച് അവളുടെ ജീവൻ എടുക്കാൻ കഴിയാത്തവർക്ക് അകത്ത് വെച്ചും അതാവാമല്ലോ എന്ന് രാധാമണിയമ്മ പറയുമ്പം ജാനകിയെ അപായപ്പെടുത്തിയത് ഞാനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നീ രാധാമണിയമ്മയോട് അപർണ ചോദിക്കുമ്പോൾ അതിലെന്താ സംശയം എന്ന് രാധാമണിയമ്മ തിരിച്ചു ചോദിച്ചു. നീയാണ് അത് ചെയ്തത് എന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ അഭിയും ജാനകിയും കേസ് ബലപ്പെടുത്താൻ പോവാത്തത് എന്ന് ചോദിക്കുവാണ് രാധാമണിയമ്മ. അന്നേരം അപർണയ്ക്ക് ദേഷ്യം വന്നു. നിന്റെ കയ്യിൽ വിലങ്ങ് വീണാൽ അതിൻ്റെ അപമാനം സഹിക്കേണ്ടി വരുന്നത് ഈ വീട്ടുകാർ തന്നെയാണെന്ന കാര്യവും രാധാമണിയമ്മ അങ്ങ് പറഞ്ഞു. അപ്പോഴും നിന്റെ അച്ഛൻ മോൾക്ക് കിട്ടിയത് ഒരു അലങ്കാരമായിട്ട് കരുതുന്നവനാണെന്നും പറഞ്ഞു. ജാനകിയെ കൊല്ലാനാണെങ്കിൽ എനിക്കത് പുറത്ത് വെച്ച് ആളെ ഏർപ്പാടാക്കി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അപർണ അന്നേരം രാധാമണിയമ്മയോട് പറയാം. അവളിങ്ങനെ അപർണയ്ക്കത്തെ എതിരാളിയാകും. എതിരാളി ആവണമെന്നുണ്ടെങ്കിൽ അവൾക്കൊരു അന്തസ് വേണമെന്ന് രാധാമണി അമ്മയോട് പറയുന്നു ഈ അപർണ. ആഭിജാത്യം വേണമെന്ന് പറയണം. അതെന്തെങ്കിലും അവൾക്കുണ്ടോ? നിനക്കുള്ളതിനേക്കാളും അന്തസ്സും ആഭിജാത്യവും ജാനകിക്കുണ്ടെന്ന നേരം രാധാമണിയമ്മ പറഞ്ഞു. അത് നീ അറിയുന്ന ഒരു കാലം വരും എന്ന് തന്നെ നമ്മുടെ രാധാമണിയമ്മ ഇവളോട് പറയുക. നിന്റെ ഒരടവും എൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല, നീ പോവാൻ നോക്കാൻ പറഞ്ഞു രാധാമണിയമ്മ അപർണയോട്. എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വരാൻ പേടിയാണല്ലേ, അതിനാണല്ലേ ഈ വാചക കസർത്തൊക്കെ നിങ്ങൾ നടത്തുന്നതെന്നൊക്കെ അപർണ ചോദിക്കുമ്പോഴും അമ്മ ചിരിക്കുക. അച്ഛൻ വന്നത് നിങ്ങളെ കാണാനാണെങ്കിൽ നിങ്ങളെ കണ്ടട്ടെ അച്ഛൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു ഈ അപർണ. തൻ്റെ ഉണ്ടെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാതെ എൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞു. നമ്മുടെ രാധാമണിയമ്മ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ കേട്ട് ഇന്ന് തീരും നിങ്ങളുടെ ഇവിടുത്തെ വാസം എന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ നിൽക്കുമ്പോൾ രാധാമണിയമ്മ ചിരിക്കണു. ദേ വന്നില്ലെങ്കിൽ അച്ഛനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നും അപർണ പറയുക. അപ്പോൾ നമ്മുടെ രാധാമണിയമ്മ ഇവളെ ഒന്ന് നോക്കി. അന്നേരത്തേക്കും ജാനകി അവിടെ ചായ എടുക്കുക. അപ്പോൾ ജാനകി ചായ എടുക്കുന്നിടത്തേക്ക് രാധാമണിയമ്മ വന്നു. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. കുറച്ച് നേരം കിടക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നും ചോദിക്കാം. അത് പിന്നെ എങ്ങനെയാ, അടുക്കളക്കാരിയുടെ റോളങ്ങ് ഏറ്റെടുത്തിരിക്കുകയല്ലേ. മോളെന്തിനാ ഇപ്പം ചായ ഉണ്ടാക്കിയത്? അപ്പം അമ്മയ്ക്ക് തലവേദനയല്ലേ, ഒരു കപ്പ് ചായ കുടിച്ച് ആശ്വാസമാകുമെന്ന് കരുതി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് വീട്ടിൽ വന്ന് അതിഥിക്ക് കൊടുക്കാൻ മോൾ ചായ ഉണ്ടാക്കിയതാണെന്നാണെന്ന് പറയുമ്പോൾ അതിഥിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ. ആരാ അമ്മേ ഗസ്റ്റ് എന്ന് ചോദിച്ചു. ചെറിയ ആളൊന്നും അല്ല, വലിയ ആൾ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ അമ്മ പറഞ്ഞു. അന്നേരം ജാനകി മോളാ ചായയും തന്നെ അമ്മ തന്നെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാധാമണി അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് ജാനകി ഇങ്ങനെ നോക്കുക. നിന്റെ അനിയത്തിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞു. ജാനകിയൊന്നും മനസ്സിലാകുന്നില്ല. ജാനകി ഇങ്ങനെ നോക്കും. അമ്മ അന്നേരം ചായ മേടിച്ചുകൊണ്ട് പോണു. അപ്പം ആരെന്താണെന്നറിയാതെ ജാനകി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ രാധാമണി അമ്മ ചായ ആയിട്ട് തമ്പിയുടെ അടുത്തേക്ക് വന്നു. അപർണ അമ്മയെ കളിയാക്കി ചിരിക്കും കേട്ടോ.
തമ്പിക്കാണ് രാധാമണിയമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. തമ്പിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചൊരു വളിച്ച ചിരിയും ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അവിടെ. രാധാമണിയമ്മ അയാളെ ദഹിപ്പിക്കുന്ന രീതിയിലാണ് നോക്കുന്നത്. ആ സമയത്ത് മോളെ മാറി മാറി നോക്കുന്നുണ്ട്, മോളുടെ ഭാവം എങ്ങനെയാണെന്ന്. അപ്പോഴേക്കും തമ്പി ആ ചായ രാധാമണിയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഇങ്ങനെ നാണം കെട്ട് എഴുന്നേക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രാധാമണിയമ്മ ആ ചായ എടുത്ത് അവിടെ വെച്ചു, അതായത് ആ സോഫയിലേക്ക് വെച്ചു. അപ്പം നിങ്ങളുടെ മുന്നിൽ വരാൻ എൻ്റെ അച്ഛൻ ധൈര്യപ്പെടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛാ ദേ ഇതാണ് രാധാമണി വാരസ്യാർ എന്നും പറഞ്ഞുകൊണ്ട് അപർണത്ത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ തമ്പി ഇങ്ങനെ ഒരു നോട്ടം രാധാമണിയമ്മേ. എന്നെ നിന്റെ അച്ഛൻ നിനക്കല്ലേ പരിചയപ്പെടുത്തി തരേണ്ടത് അല്ലേ തമ്പി എന്ന് രാധാമണിയമ്മ ചോദിക്കുമ്പോൾ തമ്പി ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കും ഇരിക്കും കൂടെ ഒരുമിച്ച് ചെയ്തു. അപർണ അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. മോൾക്ക് തമ്പി പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും തമ്പിയുടെ ഉള്ള ജീവൻ പകുതി പോയി. തമ്പി അന്നേരം അപർണ ഇങ്ങനെ നോക്കുക. അച്ഛൻ്റെ മുന്നിൽ നിന്ന് അഹങ്കാരം പറയുന്നു എന്ന് ചോദിച്ചു അപർണ. നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഞാനല്ലേ എന്ന് ചോദിച്ചു അന്നേരം രാധാമണിയമ്മ. തമ്പി അന്നേരം പേടിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അപർണയ്ക്കൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ തമ്പി? തമ്പി നമ്മുടെ രാധാമണിയമ്മയുടെ മുന്നിൽ കിടന്ന് നിക്കറിൽ മൂത്രം ഒഴിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ സാധിച്ചു. നിനക്കറിയില്ലെങ്കിലും തമ്പിക്ക് അത് അറിയാമെന്നും രാധാമണിയമ്മ പറയാം. തമ്പി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അഹങ്കാരാച്ച ഈ സ്ത്രീ പറയുന്നത്? എൻ്റെ അച്ഛനെ പേരെടുത്ത് വിളിക്കാനും മാത്രം നിങ്ങൾ ആരാ എന്ന് അപർണ ചോദിക്കുമ്പോൾ തമ്പി പിന്നെ ഞാൻ എന്തെന്നാ വിളിക്കേണ്ടത്, തമ്പുരാനെന്നാണോ എന്ന് രാധാമണിയമ്മ ചോദിച്ചു. അവിടെയും പെട്ടു തമ്പി. തമ്പി ഇങ്ങനെ നാക്കില്ലാണ്ട് അവിടെ ഇരിക്കുക. അച്ഛൻ ഇത് കേട്ടിങ്ങനെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് പെണ്ണായി പോയില്ലേ മോളെ, മുഖം അടച്ചൊന്ന് കൊടുത്താൽ പിന്നെ വീട് കയറി പെണ്ണിനെ തല്ലിയത് കേസാവത്തില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തമ്പി ചോദിക്കുക. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ, ഞാൻ ഇറങ്ങാടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇറങ്ങാൻ നോക്കിയപ്പോൾ തമ്പിയുടെ വട്ടം കയറി നിന്നു രാധാമണിയമ്മ. മുഖാടച്ച് തല്ലണമെന്നുണ്ടെങ്കിൽ നീ തല്ലാൻ പറഞ്ഞു, ഒരു കേസും നിങ്ങളുടെ പേരിൽ വരില്ല, ഇതിലും വലിയ കേസ് വന്നിട്ടും നിങ്ങൾ ഒഴിവാക്കി വിട്ടവളല്ലേ ഞാനെന്ന് രാധാമണിയമ്മ ചോദിക്കാം. പക്ഷേ നിങ്ങൾ ആ കൈ ഉയർത്തുന്നതിന് മുൻപ് എൻ്റെ കൈ തമ്പിയുടെ മുഖാടച്ച് വീഴുമെന്ന് രാധാമണിയമ്മ പറയുമ്പോൾ അപർണ ഞെട്ടിത്തെരിച്ച് നിൽക്കുമോ. എങ്ങനെ തല്ലുവോ? എൻ്റെ അച്ഛനെ നിങ്ങൾ തല്ലുവോ എന്ന് അപർണ ചോദിക്കുമ്പം ഇയാൾ തൂക്കിയിട്ടിരിക്കുന്ന കൈ എൻ്റെ നേരെ ഉയർത്താനായിട്ട് വരട്ടെ എന്നും രാധാമണിയമ്മ പറയുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സ്ത്രീയെ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് അപർണ ഇവരെ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. അത് പറയാൻ നിനക്കെന്താ അധികാരം ഈ വീട്ടിലുള്ളതെന്ന് ജാനകി ചോദിച്ചു. ഈ സ്ത്രീ എൻ്റെ അച്ഛനോട് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് കേൾക്കണമെന്ന് അപർണ ചോദിച്ചു. അപ്പം ഞാൻ തമ്പി സാറിനോട് പറഞ്ഞത് മറ്റുള്ളവരോട് പറഞ്ഞ അതിൻ്റെ നാണക്കേട് തമ്പി സാറിനല്ലേ മോളെ എന്ന് അമ്മ ചോദിച്ചു. ഒരു വീട്ടുപണിക്കാരുടെ സ്ഥാനമല്ലേ എനിക്കുള്ളൂ എന്നും രാധാമണി അമ്മ ചോദിക്കുക. അപ്പോൾ ഒന്നുമില്ല ജാനകി, മോളെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ അച്ഛനായ തമ്പി സാറിന് കഴിയില്ലെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രാധാമണി അമ്മ അവിടെ കിടന്ന് കറങ്ങുക. അന്നേരം അതാണോ നിങ്ങളിപ്പോൾ പറഞ്ഞതെന്ന് അപർണ ചോദിച്ചു. അപ്പം ഞാൻ അതേ പറഞ്ഞോളൂ, അല്ലെന്ന് തമ്പി സാറ് പറയട്ടെ എന്ന് ജാനകിയുടെ മുന്നിൽ വെച്ച് അപർണയുടെ മുന്നിൽ വെച്ച് നമ്മുടെ രാധാമണി അമ്മ പറയുമ്പോൾ ഇവരന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇല്ലാത്തത് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിലേ മോൾക്ക് വായി തോന്നുന്നതെല്ലാം പറഞ്ഞോളാനും രാധാമണി അമ്മ പറഞ്ഞു. തമ്പിക്ക് മനസ്സിലായി ഇവള് കളി തുടങ്ങിയെന്നുള്ളത്. തമ്പി ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വീട്ടിലൊരു അതിഥി വന്നപ്പോൾ ചായ കൊണ്ടുപോയി കൊടുത്തത് തെറ്റായി പോയെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് രാധാമണിയമ്മ പറയട്ടോ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നവളല്ല, നീ ഒരുത്തി കാരണം എനിക്ക് വീട്ടിലേക്ക് വരേണ്ടി വന്നതെന്ന് ജാനകിയോട് അപർണ പറയണം. ഇനി ഈ സ്ത്രീയെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. ഇവരെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ കൊണ്ടുവിടണമെന്നും പറഞ്ഞു. അപ്പോൾ രാധാമണിയമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു വിടാം, ഈ വീട്ടിലെ പണികളൊക്കെ നീ ചെയ്യുമോ എന്ന് ചോദിച്ചു ജാനകി. എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല, ചെയ്യാമെന്ന് നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ നീ പറയാൻ പറഞ്ഞു, ഞാനിവരെ പറഞ്ഞു വിടാമെന്നും ജാനകി പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപർണ. തമ്പി അവിടെ ഇവിടെയും കൂടി നിൽക്കുക. പക്ഷെ നീ വാക്ക് തെറ്റിച്ചാൽ ഞാനിവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ വീട്ടുപണി ചെയ്യാനേ പണിക്കാരെ വെക്കണം, അത് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കതിന് കഴിയാത്ത സ്ഥിതിക്ക് ഇവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ജാനകി. നിനക്ക് ഈ വീട്ടിൽ കിട്ടുന്ന അവകാശങ്ങൾ ഇവർക്കും കിട്ടുമെന്ന് പറഞ്ഞു. അച്ഛാ, കേസ് ജയിച്ചതിന് എനിക്കൊരു പാർട്ടി നടത്തണം, അത് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്ന് ജാനകിയുടെ മുന്നിൽ വെച്ച് ഈ അപർണ പറയുമ്പം നിന്റെ മോഹം കൊള്ളാം, അതെ ഈ വീട്ടിൽ വെച്ച് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എവിടെ ജീവിക്കുന്നോ അവിടെ വെച്ച് തന്നെ നടത്തുമെന്ന് അപർണ. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയടിയെന്ന് അപർണ ജാനകിയെ വെല്ലുവിളിക്കുക. രാധാമണിയെ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എങ്ങനെയാടി നിനക്ക് വീടും കുടുംബമൊക്കെ ഉണ്ടായത്, എങ്ങനെയാടി എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. രണ്ട് മക്കളും കൂടെ അടി കൂടുന്നതേ. ജന്മം തന്നത് ആരാണെന്ന് പോലും അറിയാതെ ഏതോ ഒരു അനാഥാലയത്തിൽ വളർന്ന നീ ഈ വീട്ടിലെ ഒരുത്തനെ ചൂണ്ടയിട്ട് പിടിച്ചതല്ലേടി, എന്നിട്ട് നിന്ന് മേനി പറയുന്നെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ അപമാനിക്കാം. തമ്പി നിന്നങ്ങ് ഉരുകുവാണ്. അപ്പോൾ കൊള്ളാം, തമ്പി സാറ് ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ
തമ്പി ഇങ്ങനെ പെട്ടു നിൽക്കുക. ആ അച്ഛാ, പാട്ട് നടക്കുമ്പോഴേ നമുക്ക് സ്ത്രീയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കണം കേട്ടോ അച്ഛാ എന്ന് അപർണ തമ്പിയോട് പറയണം. തമ്പി ഒന്നും മിണ്ടുന്നില്ല. അത് ഞാൻ തന്നെ ചെയ്യും. എൻ്റെ അച്ഛൻ ജയിലിൽ പോകാതെ രക്ഷിച്ച വനിതയല്ലേ, അതുകൊണ്ട് ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് നടത്തണം കേട്ടോ അച്ഛാന്ന് പറഞ്ഞു. അത് നമുക്ക് ആലോചിക്കാടി മോളെ. അച്ഛനിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ തമ്പി പോകാൻ നോക്കും. അല്ല അച്ഛാ, പാർട്ടിയുടെ കാര്യം അച്ഛൻ മറന്നു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ലടി മോളെ, ഞാൻ ഒരിക്കലും മറക്കില്ല, നമുക്ക് നടത്താടി മോളെ, ഗംഭീരമായിട്ട് നടത്താം എന്നും പറഞ്ഞിട്ട് തമ്പി അവിടെ നിന്ന് ഇറങ്ങി ഓടി. തമ്പി അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ കണ്ടോടി എന്ന് പറഞ്ഞാൽ അപർണയും പിന്നെ രാധാമണി വാരസ്യാർ പൊന്നാര അണിയാൻ കാത്തിരുന്നു. മരിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് പൊതുപ്പിക്കുന്ന കോടിയേക്കാളും വിലയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ കിടന്ന പൊന്നാടയ്ക്കെന്ന് പറഞ്ഞ അപർണ അവിടെ നിന്ന് പോയി. ജാനകി അവിടെ നിന്ന് പോയി. പിന്നെ പ്രഭാവതി അമ്മ അവിടെ നിൽക്കുമ്പോൾ പ്രഭാവതി അമ്മയുടെ അടുത്തേക്കാണ് ഈ അപർണ തമ്പുരാട്ടി ചെല്ലുന്നത്. പ്രസംഗം നടത്തി ക്ഷീണിച്ചു പോയോടി, നന്നായിട്ട് തിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞു പ്രഭാവതി അമ്മയെ. എൻ്റെ പ്രസംഗം കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. പാട്ട് നടക്കുമ്പോഴേ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, കേൾക്കാൻ വരണമെന്ന് പ്രഭാവതി അമ്മയോട് പറയുമ്പോൾ നിന്റെ ഈ പോക്ക് നല്ലതിനല്ല എന്ന് അമ്മ അപർണയോട് പറഞ്ഞു. നാശത്തിലേക്കാണെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സിലായില്ല എന്ന് അപർണ. റൂമിലേക്കുള്ള പോക്കാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ രാധാമണി അമ്മ ഇതൊക്കെ അകത്ത് നിന്ന് കേൾക്കാം. നീ ഈ വീട്ടിൽ വെച്ച് വിജയാഘോഷം നടത്തുന്നത് ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പ്രഭാവതി അമ്മ ചോദിച്ചു. അന്തസ്സായി കേസ് നടത്തിയിട്ടാണ് ജയിച്ചതെങ്കിൽ അത് ആഘോഷിക്കുന്നതിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്നും പ്രഭാവതി അമ്മ പറയുക. രാധാമണിയുടെ ദയ കൊണ്ട് നിന്റെ അച്ഛൻ തടി തപ്പിയത് ആഘോഷിക്കാൻ നിനക്ക് നാണമില്ലേ എന്നും പ്രഭാവതി അമ്മ ചോദിക്കുക. നിന്റെ അച്ഛനും തടി യാതൊരു ബോധവും ഇല്ലേ എന്നും ചോദിച്ചു. ഇതൊക്കെ കേട്ട അപർണ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ പോകുമെന്ന് ഭയന്നിട്ട് അവരാണ് തടി തപ്പിയതെന്ന് ആ കള്ളി വാരസ്യാരാണെന്നും പ്രഭാവതി അമ്മയോട് പറയുവാണ് അപർണ, അല്ലാണ്ട് എൻ്റെ അച്ഛനല്ലെന്നും. മൊഴി കൊടുക്കാൻ വന്നവൾ കാല് വാരിയത് വിജയമല്ലാന്ന് പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം പ്രഭാവതി അമ്മ ഇവളെ പരിഹസിച്ചൊന്ന് ചിരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ കേസിൽ ഞങ്ങൾ ജയിച്ചത് അന്തസ് തന്നെയാണെന്നും പറഞ്ഞ് രാധാമണി അമ്മയുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിക്കായി പുള്ളിക്കാരി. അപ്പോൾ പ്രഭാതി അമ്മയ്ക്ക് അതിലൊരു സംശയം വേണ്ട. ആ സ്ത്രീ ജഡ്ജിനോട് പറഞ്ഞത് എന്താണെന്ന് ഇവിടെ ആരും നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. തമ്പിയെ അറിയാമോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴേ വിറച്ചുകൊണ്ട് വാരസ്യാർ പറഞ്ഞതേ കണ്ട പരിചയം പോലും ഇല്ലെന്നാണെന്ന് പറഞ്ഞു. അതാണോ നിങ്ങൾ പറയുന്ന വാരസ്യാരുടെ ദയ എന്നൊക്കെ ചോദിച്ച് അപർണ അവിടെ കിടന്ന് കൊട്ടി ഘോഷിക്കും കേട്ടോ. ഇത് ഞങ്ങൾ നേടിയ വിജയം തന്നെ എന്നും അത് ഞാൻ ഈ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കുമെന്നും പറഞ്ഞ് വീണ്ടും വെല്ലുവിളിക്കുന്നു. നിന്റെ അച്ഛൻ നല്ലവനൊന്നും അല്ല, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞു പ്രഭാവതി അമ്മ. അപ്പം നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ജാനകിയെ സുഖിപ്പിക്കാൻ പറഞ്ഞല്ലേ തീരൂ, അവളുടെ സേവ പിടിച്ചു പറ്റണമല്ലോ, അല്ലെങ്കിൽ വൃദ്ധമന്ദിരത്തിൽ പോയി കിടക്കേണ്ടി വരില്ലേ? അവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ചിട്ടാണല്ലോ ജാനകിക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞ് ചാടി പോന്നതെന്നൊക്കെ പറഞ്ഞു കിടന്നങ്ങ് ഘോര പ്രസംഗിക്കുകയാണ് ആ മുതൽ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.